ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഡിസ്കഷൻ. +1 സോഷ്യോളജി തുല്യതാ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള +1 സോഷ്യോളജിയിലെ 7ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാമീണവും നാഗരികവുമായിട്ടുള്ള സമൂഹങ്ങളിലെ സാമൂഹ്യ മാറ്റവും അതുപോലെ തന്നെ സാമൂഹ്യ ക്രമവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ആദ്യം നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച്, എന്താണ് സാമൂഹ്യ മാറ്റം എന്നുള്ളത്. അപ്പോൾ ഇത് 2 മാർക്കിന് ചോദ്യം വരാറുണ്ട്. വാട്ട് ഈസ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ സമൂഹത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന വലിയ മാറ്റങ്ങളെയാണ്, ബേസിക് ആയിട്ടുള്ള ചേഞ്ചസ്, അത് ഒരു വലിയൊരു ചേഞ്ചസ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സാമൂഹ്യ മാറ്റങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഈ സാമൂഹ്യ മാറ്റത്തെ നമുക്ക് 4ആയിട്ട് തിരിക്കുക. ഒരു 6 മാർക്കിനൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. സാമൂഹ്യ മാറ്റത്തിൻ്റെ വേഗത, സമൂഹത്തിലുണ്ടാകുന്ന സ്വാധീനം എന്നിവ അടിസ്ഥാനത്തെ 4ആയി തരംതിരിക്കാം. അവ ഏതെല്ലാം? ഒന്ന്, പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങൾ, എവല്യൂഷണറി ചേഞ്ചസ്. അത് വളരെ സാവധാനം, എവല്യൂഷൻ നമുക്കറിയാം വർഷങ്ങൾ, ദശലക്ഷങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതാണ് എവല്യൂഷണറി ചേഞ്ചസ്. ഫസ്റ്റ് എവല്യൂഷണറി ചേഞ്ചാണ്, എവല്യൂഷണറി, പരിണാമപരമായിട്ടുള്ള മാറ്റമാണ്. വളരെ സാവധാനത്തിൽ ദീർഘനാളായിട്ട് നടക്കുന്ന മാറ്റത്തെയാണ് പരിണാമം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ പരിണാമ സിദ്ധാന്തം ചാൾസ് ഡാർവിൻ്റെ ആണെന്ന് ഇതോടൊപ്പം ഓർത്തു വെക്കുക. പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങൾ, മനുഷ്യൻ്റെ പരിണാമം ഉദാഹരണമായിട്ട് എഴുതുക. രണ്ടാമത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ. എവല്യൂഷണറിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റെവല്യൂഷണറി. താരതമ്യേന വേഗത്തിലും പെട്ടെന്നും ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ. ഉദാഹരണം റഷ്യൻ റവല്യൂഷൻ. നിലവിലുള്ള ഭരണസ്ഥിതിയെ മാറ്റി വേറൊരു ഭരണസ്ഥിതി പെട്ടെന്ന് കൊണ്ടുവരികയാണ്. ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ചിലെ ബുർബൺ രാജാക്കന്മാരെ മാറ്റി അവിടെ നെപ്പോളിയൻ ബോണപ്പാർട്ടിന് ജനാധിപത്യപരമായിട്ടുള്ള ഭരണം വരികയാണ്. വ്യാവസായിക വിപ്ലവം, ഇതൊക്കെ അതിന് ഉദാഹരണമാണ്. സ്ട്രക്ചറൽ ചേഞ്ചസ്, സമൂഹത്തിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റങ്ങളെയാണ് ഘടനാപരമായിട്ടുള്ള മാറ്റം. ഉദാഹരണം കടലാസ് പണത്തിൻ്റെ ആവിർഭാവം. ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. ബാർട്ടർ സിസ്റ്റം, അതിൽ നിന്ന് നമ്മൾ പേപ്പർ കറൻസി വരുന്നു. ഇപ്പോൾ ക്യാഷ്ലെസ് സൊസൈറ്റി വരുന്നത് ഘടനാപരമായിട്ടുള്ള മാറ്റത്തിലാണ്. അടുത്ത മൂല്യങ്ങളിലും വിശ്വാസത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ വാല്യൂസ് ആൻഡ് ബിലീഫ്. മൂല്യങ്ങളും വിശ്വാസത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ. പണ്ട് കാലത്ത് നല്ലതായിരുന്നു എന്ന് തോന്നുന്നതൊക്കെ പിന്നീട് അതും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ബാലവേല, പണ്ട് സതി വലിയൊരു നല്ലൊരു കാര്യമായിട്ട് ആചരിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് മൂല്യങ്ങൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ഇന്ന് അതിനെല്ലാവരും എതിർക്കുന്നുണ്ട്. സതി ആചരിക്കൽ ഞങ്ങളുടെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞ് സതി നിരോധിക്കുന്ന സമയത്ത് 1828 അവർ സ്ത്രീകൾ പ്രക്ഷോഭത്തിന് നടന്നതായിട്ട് ചരിത്രത്തിൽ കാണാൻ പറ്റും. മൂന്നാമത് സാമൂഹ്യ മാറ്റത്തിൻ്റെ സ്രോതസ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത്. പരിസ്ഥിതിപരമായിട്ടുള്ള കാരണങ്ങൾ, സാങ്കേതികവും സാമ്പത്തികവുമായിട്ടുള്ള കാരണങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ, സാംസ്കാരിക കാരണങ്ങൾ. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുക. എൻവയോൺമെൻറ്റൽ കോസസ്, ഇപ്പോൾ പ്രകൃതിയും പരിസ്ഥിതിയും സമൂഹത്തിൻ്റെ ഘടനയിലും രൂപത്തിലും സ്വാധീനം ചെലുത്തുന്നു. ഉദാഹരണത്തിന് പ്രകൃതി ദുരന്തങ്ങൾ സമൂഹത്തിൻ്റെ സമ്പൂർണ്ണ മാറ്റത്തിനോ നാശത്തിനോ കാരണമാകുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വാസസ്ഥലത്ത് ജലദൗർലഭ്യം വരുന്നു, അവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആവുന്നു, ജനങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്നു. അപ്പോൾ അത് പാരിസ്ഥിതിക കാരണങ്ങളാണ്, സാമൂഹ്യ മാറ്റമാണ്. അവിടെ ഇരുന്നിരുന്ന സമൂഹത്തെ അവിടെ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ നിർബന്ധിതമാക്കിയ പാരിസ്ഥിതിക കാരണമാണ്. ഒരു സുനാമി വരുന്നു, കടൽ കയറി വരുന്നു, ജനങ്ങളുടെ ജീവൻ ദുസ്സഹമാവുന്നു. അതൊക്കെ പാരിസ്ഥിതികമായിട്ടുള്ള കാരണങ്ങളാണ്. രണ്ടാമത് സാങ്കേതികവും സാമ്പത്തികവും. സാങ്കേതിക വിദ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിപണിയിൽ മാറ്റമുണ്ടാക്കി. പാവിയന്ത്രം, അച്ചടിയന്ത്രം, അതുവരെ മാനുവൽ ലേബേഴ്സ് ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി മാനിനെ റീപ്ലേസ് ചെയ്ത് മെഷീനെ ആക്കി എന്നുള്ളത്. രാഷ്ട്രീയ കാരണങ്ങൾ. പഴയ രാജാക്കന്മാരും ഭരണകർത്താക്കളും പരിഷ്കാര സാമൂഹ്യ മാറ്റത്തിന് കാരണം, അവരെ നമുക്ക് മാറ്റുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, ബ്രിട്ടീഷ് ഭരണം അവസാനിച്ച് ജനാധിപത്യപരമായിട്ടുള്ളതുണ്ട്, അത് രാഷ്ട്രീയ കാരണമാണ്. സാംസ്കാരിക കാരണങ്ങൾ. അടുത്തത് സാംസ്കാരിക കാരണങ്ങൾ, ആശയങ്ങളും വിശ്വാസങ്ങളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സാമൂഹ്യ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു.
മതങ്ങൾ സാമൂഹിക മാറ്റത്തിന് കാരണമായിട്ടുണ്ട്. then അടുത്തത് ചോദ്യം, സോഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക ക്രമം എന്നാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോഷ്യൽ ചേഞ്ചസ് ആണ് പഠിച്ചത്. ഇനി സോഷ്യൽ ഓർഡറാണ്. സുസ്ഥിരമായിട്ടുള്ള സാമൂഹിക വ്യവസ്ഥയിൽ മാറ്റങ്ങളെ പ്രതിരോധിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള പ്രവണതയാണ് സാമൂഹ്യ ക്രമം എന്ന് പറയുന്നത്. അപ്പോൾ സുസ്ഥിരമായിട്ട് എന്നും ഒരുപോലെ നിലനിൽക്കുന്ന സാമൂഹിക വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങളെ പ്രതിരോധിക്കുന്ന നിയന്ത്രിക്കാനുമുള്ള പ്രവണതയാണ് എന്ത്? സാമൂഹിക ക്രമം. ജനങ്ങൾ നിയമങ്ങളും വഴക്കുകളും സ്വമേധയാ അനുസരിക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത്. ഇനി ശക്തി എന്നുള്ളത് എന്നാൽ വാട്ട് ഈസ് പവർ? നമുക്കറിയാം, നമ്മൾ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾ പരിഗണിക്കാതെ അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള കഴിവിനെയാണ് എന്ത്? ഡോമിനൻസ്, ആധിപത്യം. ഇത് രണ്ടും മാറ്റുന്നത്. അധികാരം സ്ഥിരമാകുകയും മറ്റുള്ളവർക്ക് അതിനോട് അനുസരണശീലമാകുകയും ചെയ്യുമ്പോഴുണ്ടാവുകയാണ് ആധിപത്യം. ആദ്യ ശക്തി, പിന്നെയാണ് ആധിപത്യം വരുന്നത്. ബന്ധിത സമുദായം, ഗേറ്റഡ് കമ്മ്യൂണിറ്റി ചോദിക്കാറുണ്ട്. സമ്പന്ന അയൽപക്കങ്ങൾ വൻ മതിലുകളും കവാടങ്ങളും നിർമ്മിച്ചുകൊണ്ട് ചുറ്റുപാടിൽ നിന്ന് വേർതിരിക്കാറുണ്ട്. ഇത്തരം സമൂഹങ്ങളെയാണ് ബന്ധിത സമൂഹം എന്ന് പറയുന്നത്. വലിയ വീടൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്ക് കഴിയുന്ന ആൾക്കാർ. കുലീനവൽക്കരണം ഉണ്ട്. താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാർ സമൂഹം മധ്യവർഗമോ ഉയർന്ന വർഗമോ ആയി പരിവർത്തനം ചെയ്യുന്നതിനെയാണ് കുലീനവൽക്കരണം എന്ന് പറയുന്നത്. കുലീനവൽക്കരണം താഴ്ന്ന ആൾക്കാർ മേൽ ജാതിയിലേക്ക് ഉള്ളൊരു എന്താണ് പ്രോസസ്സാണ്. ഏക സമുദായവൽക്കരണം, സാമുദായിക സംഘർഷങ്ങൾ പലപ്പോഴും അയൽപക്കങ്ങൾ ഏക സമുദായമാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പ്രക്രിയയാണ് ഏക സമുദായവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. 7ാമത്തെ ചാപ്റ്ററിൽ ഇത്രയൊക്കെയാണ് പഠിക്കാനുള്ളത്. സാമൂഹ്യ മാറ്റം എന്താണ് എന്ന് പഠിക്കുക. അതുപോലെ തന്നെ സാമൂഹ്യ മാറ്റത്തിന് 4 തരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ പഠിക്കാം. സാമൂഹ്യ മാറ്റത്തിൻ്റെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സാമൂഹ്യ മാറ്റത്തിനുള്ള കാരണങ്ങൾ, സ്രോതസ്സുകളെന്ന് ചോദിക്കുക, അതുപോലെ തന്നെ കാരണങ്ങളും ചോദിക്കാം. പിന്നെ വാട്ട് ഈസ് സോഷ്യൽ ഓർഡർ? എന്താണ് സാമൂഹിക ക്രമം? പവർ എന്നാൽ എന്ത്? ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ എന്ത്? ഗേറ്റഡ് കമ്മ്യൂണിറ്റി, കുലീനവൽക്കരണം, അതുപോലെ തന്നെ പിന്നെ നോക്കേണ്ടത് ഏക സമുദായവൽക്കരണം. ഇതൊക്കെയാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലാണ് പഠിക്കേണ്ടത്. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻ്റായിട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഇടയിലോ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.